Hi friends, welcome your channel XR Misresh Lifestyle. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈക്കിമുളക്, നീലമുളക്, പിന്നെ വെള്ളമുളക് ഇതെല്ലാം നട്ടിട്ടുണ്ട്. ഇന്ന് ഈക്കിമുളകിൻ്റെ വിളവെടുപ്പാണ് നടത്തിയത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഈക്കിമുളക് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ ഗ്രീൻ ലോങ് ചില്ലീസ് എന്നൊക്കെ പറയും. ഈർക്കലിനാണൊക്കെ കനം കുറഞ്ഞായിരിക്കും. കാന്താരിയുടെ അപ്പൂപ്പനാണ് ഈ മുളക്. എരിയ 2 മുളക് മതി ചെറിയ ഒരു 5 പേർക്കുള്ള ഒരു കപ്പ വെല്ലം പുഴുങ്ങപ്പോൾ ഉള്ള ഒരു ചട്നിക്ക്. അതെല്ലാവരും ഇതേപോലെ വീട്ടിൽ 2-3 മുളകൊക്കെ നട്ടാൽ പച്ചമുളക് വിഷമില്ലാത്തത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. കൂടുതൽ ഒന്നും നിർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ ഇത് ഈക്കി കാന്താരി എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ഇത് ഈർക്കിലിന്റെ കനയുള്ള ഈർക്കിൽ മുളക് പറഞ്ഞ് ഈക്കി മുളകായി കാണും. ഇതിന്റെ ഇംഗ്ലീഷിലെ പേരെന്ന് വെച്ചാൽ ഗ്രീൻ ലോങ് ചില്ലീസ് എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ 3 വെറൈറ്റിയിലുള്ള മുളക് നട്ടിട്ടുണ്ട്. ഒന്ന് ഈ ഈക്കി മുളകും, പിന്നെ ഒരു നീല, പിന്നെ പാൽമുളക് വെള്ള കളറിലുണ്ട്. ഇത്രയാണ്. അപ്പൊ ഇതിന് ഈ മുളകിന് വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ഇല കുരുടിക്കും. അപ്പൊ നിങ്ങൾ തൈ നട്ട ഒരു 10-15 ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷം ഒരു പിടി ചാമ്പലെടുക്കുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ചായ അടിക്കുന്നതല്ല അങ്ങോട്ട് ഇട്ട് അടിച്ചതിന് ശേഷം 3 ലിറ്റർ വെള്ളം കുറഞ്ഞതെങ്കിലും ചേർക്കുക. 3 ലിറ്റർ വെള്ളം ചേർത്ത് നല്ല തുണിയിൽ കൂടി നല്ലതുപോലെ അരിച്ച് ഒരു സ്പ്രേ കൊണ്ട് ഇതിൻ്റെ ഇലയിലൊക്കെ അടിക്കുക. ഇലയുടെ അടിവശമൊക്കെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് അടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന വെള്ളം ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. മഞ്ഞപ്പൊടിയിട്ട വെള്ളം നല്ലതാണ്. കീടാണുബാധൊക്കെ ഒഴിവാക്കാൻ പറ്റിയതാണ്. അതിനുശേഷം വല്ലപ്പോഴും സൊഡോമോണസ് പൗഡർ 20 ഗ്രാം, 1 ലിറ്റർ വെള്ളത്തിന് 20 ഗ്രാമേ ചേർക്കാവും. അതും വല്ലപ്പോഴും ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആർക്കും ഇതേപോലെ നല്ല രീതിയിൽ മുളക് കൃഷി ചെയ്തെടുക്കാം. ടെറസ് സ്ഥലമില്ലാത്തവർക്കായിരുന്നാലും ചാണാപ്പൊടിയും ചകിരിച്ചോറും കൂടെ ഇട്ട് മുളക് ഇടാം. മണ്ണ് തന്നെ വേണമെന്നില്ല. അപ്പൊ നല്ല രീതിയിൽ എല്ലാവർക്കും വിഷമില്ലാത്ത മുളക് ഇതേപോലെ കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട്ടിലത്തെ ആവശ്യത്തിന് മുളക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ വിളവെടുപ്പാണ്, മറ്റു കാര്യങ്ങളെല്ലാം വീഡിയോ കൂടി പറയുന്നതായിരിക്കും. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. അപ്പൊ ക്യാമറാമാനും എഡിറ്റിങ്ങും വീഡിയോ എടുക്കാനും എല്ലാം ഞാൻ മാത്രമാണ്. ട്രൈപോഡിൽ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് എടുക്കുന്നതാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സഹകരിക്കുക. ഈ രീതിയിൽ നമ്മൾ മുളകുകളെല്ലാം പറിച്ചെടുക്കാം. അധികമുള്ള മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ ഇക്കോ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ള സ്ഥാപനങ്ങളിൽ കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ അധികമുള്ള സാധനങ്ങളെല്ലാം ഇക്കോ ഷോപ്പ്. അപ്പം ഞാൻ ഇവിടെ പറിക്കിയപ്പം വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇക്കോ ഷോപ്പിലാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇക്കോ ഷോപ്പ് വഴി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ആവശ്യമായിട്ടുള്ള മുളക് ഇതേപോലെ കൃഷി ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. അതിന് മണ്ണ് തന്നെ വേണമെന്നില്ല, ചാണകവും ചകിരിച്ചോറും എല്ലാം ഇട്ട് ഇതുപോലെ മുളക് തൈയിട്ട് 2 ആഴ്ച കൂടപ്പോഴത്തേക്ക് സോഡോമോണസ് ലായനി ഒഴിക്കുകയും അതിൻ്റെ മൂട്ടിൽ അതല്ലെങ്കിൽ ചാരം, 1 പിടി ചാരവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, അത് വീഡിയോയിൽ ആദ്യം പറഞ്ഞ് ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇലയിലൊക്കെ കുടഞ്ഞു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇത് സോഡോമോണസ് ഇതിൻ്റെ ഇലയിൽ നിന്ന് കുടയരുത്, മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചാരവും മഞ്ഞപ്പൊടിയുടെ ലായനിയും ഉണ്ടാക്കിയാൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിവശത്തും അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1 പിടി ചാരം, 1 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് അതിന് ശേഷം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഒരു തുണി കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് ഇത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. വേറെ മറ്റേ കീടനാശിനികളൊന്നും അടിക്കണ്ട്. സാധാരണ രീതിയിൽ പണ്ട് കാലത്ത് നമ്മളെ പറഞ്ഞു തന്നിട്ടില്ലേ, അവര് പണ്ട് ഈ ചാമ്പലൊക്കെയാണ് ഇതിന്റെ മുളവിലൊക്കെ തോറ്റുന്നത്.
അതേ ഇത് തന്നെ ഇപ്പോൾ കാലം മാറി. അപ്പൊ അല്പം കൂടെ ആയപ്പം മരുന്നും മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ അടിക്കേണ്ട കാര്യമില്ല. ഇത് മഞ്ഞപ്പൊടിയും ചാരവും കൂടെ ചേർത്ത് ലായനി ഡയല്യൂട്ട് ചെയ്ത് ഇതിന്റെ മൂട്ടിൽ ഒഴിക്കുകയും ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പൊ ഈക്കി മുളക് എനിക്കിവിടെ 2-3 മൂടേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ വഴുതനയും മറ്റു കാര്യങ്ങളാണ്. അപ്പൊ മുളകും കൂടെ ഞാൻ നട്ടു നോക്കിയതാണ്. കുഴപ്പമില്ല. ഇതിന്റെ ഒരു അസുഖം ഇതാണ്, ഇല കുരുടിച്ചു വരും. ഇല കുരുടിച്ചു വരപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതാണ് ഈ ചാരവും മഞ്ഞപ്പൊടിയായിട്ടുള്ളത്. പിന്നെ ഈ സുഡോമോണസ് ഏത് മലക്കറി തൈകൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇലയൊക്കെ വാടി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ്. ഈ ഇല വാടിയിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളണം, ഇതിന്റെ മൂട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള പുഴുക്കൾ, ഇതിന്റെ കണ്ട് തിന്നുന്ന പുഴുക്കളോ മറ്റോ ഇതിന്റെ മൂട്ടിലുണ്ട്. അപ്പോഴാണ് ഈ ഇല വാടുന്നത്. അപ്പോൾ നിങ്ങൾ സുഡോമോണസ് ലായനി 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം. ഞാൻ കൂടെ എടുത്ത് പറയുന്നത് വെച്ചാൽ സുഡോമോണസ് കൂടുതൽ ചേർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിന് 20 ഗ്രാമേ ചേർക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മൂടുണ്ടോ ആ രീതിയിൽ നിങ്ങൾ 1 ലിറ്ററിന് 20 ഗ്രാം എന്നുള്ള റേഷ്യോയിൽ മാത്രം ചേർത്ത് അതും ചായ അടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ അടിച്ച് പിടിപ്പിക്കുക. അതിനുശേഷം മാത്രം വെള്ളം ആവശ്യം. ഇപ്പം 200 ഗ്രാം എടുത്താൽ 10 ലിറ്റർ വെള്ളം ഉള്ളൊരു ബക്കറ്റിൽ എല്ലാം റെഡിയാക്കിയിട്ട് ഇതിന്റെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എന്റെ ആഗ്രഹം എല്ലാവരും ഇതേപോലെ വീട്ടില് അല്പം മലക്കറിയൊക്കെ നട്ടു കഴിഞ്ഞാൽ വിഷമില്ലാത്ത മലക്കറി കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും മുളക് കിട്ടി. എനിക്ക് എത്രയെങ്കിലും നാൾ കഴിക്കാൻ പറ്റും. ഇത് ഞാൻ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഇക്കോ ഷോപ്പ് വഴി കൊടുക്കും. അപ്പൊ നിങ്ങളും ഇതേപോലെ മുളക് കൃഷി ചെയ്താൽ സ്വന്തം വീട്ടിൽ അടുക്കള മുറ്റത്തുള്ള മുളക് എടുത്ത് നമുക്ക് ഒരു ചമ്മന്തിയോ എന്ത് വേണോ ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. ഇതാണ് വെള്ളമുളക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വെള്ളമുളകാണ്. ഇത് തന്നെ വിളവെടുക്കുന്നില്ല. ഇനി അടുത്ത വീഡിയോയില് വിളവെടുക്കാൻ എത്തിക്കൂടെ വലുതാവാനുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ മുളക് വിശേഷം. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സുരേഷ് നാടൻ. ബൈ, ടേക്ക് കെയർ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.